നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി അന്യഭാഷയിൽ നിന്ന് മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം കണ്ടെത്തിയ ഒരുപാട് നല്ല സിനിമകൾ മലയാളിക്ക് പ്രദാനം ചെയ്ത പ്രഗത്ഭയായ അഭിനേത്രി പത്മപ്രിയ. പത്മപ്രിയയെ സ്വാഗതം ചെയ്യാം. ഇഷ്ടം ഇഷ്ടം എനിക്കിഷ്ടം ഇഷ്ടം മണിത്തിങ്കൾ കിടാവിനെ എനിക്കിഷ്ടം. ദൈവമേ, സത്യം പറയട്ടെ പത്മപ്രിയ, നല്ല ഒറിജിനാലിറ്റി ആണല്ലേ? നമ്മള് I wonder why no director is giving you such a role. though because we all are monkeys, so നമ്മളോട് ഡിഫറൻഷിയേറ്റ് അതിവിടെ ഞാൻ മങ്കിയൊന്നുമല്ല. ഇവിടെ ഉള്ള എല്ലാ ആൾക്കാരും ഒരു മങ്കി വിചാരിക്കും മറ്റുള്ളവരെല്ലാം മങ്കിയാണ്, അതാ വിചാരിക്കുന്നത്. പത്മപ്രിയ, ഈ ക്രിസ്ത്യാനിറ്റിയിൽ ഈ കുംഭസാരം എന്നൊരു സാധനമുണ്ട്. ആണെങ്കിൽ കുംഭസാരം ക്രിസ്ത്യാനിറ്റിയിൽ കുംഭസാരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കൺഫെഷൻ എന്ന് പറയും. ആൻഡ് ഒരു ഓക്കെ ആണ്ട് കുംഭസാരം, അതായത് വർഷത്തിലൊന്ന് മസ്റ്റാണ് ആണ്. അത് ചെയ്യണം എന്നുള്ളതാണ് നിയമം. ഇപ്പം ഫോർ എ മോമെൻറ്റ്, ഒരു നിമിഷ നേരത്തേക്ക് പത്മപ്രിയ ചിന്തിക്കുക. പത്മപ്രിയ ഒരു ക്രിസ്ത്യാനിയാണ്, ആണ്ട് കുംഭസാരം നടത്താൻ പോവുകയാണ്. ഈ ഇരിക്കുന്നത് സിനിമ എടുക്കാൻ നിങ്ങൾക്ക് സാധ്യത ഉണ്ട്, അച്ഛനാണ്, ഫ്യൂച്ചറുണ്ട്, അച്ഛനാണ്. പാപങ്ങളെല്ലാം ഏറ്റു പറയണം, സത്യം മാത്രം പറയണം എന്ന് വിചാരിച്ചോ? പറ്റില്ല, പക്ഷെ ട്രൈ ചെയ്യാം. എന്താ പ്രശ്നം? നിങ്ങളുടെ അച്ഛനായിട്ട് ഞാൻ എങ്ങനെ വിചാരിക്കാം? പാപം ചെയ്യാനുള്ള പുറപ്പാടിലാണോ? പത്മപ്രിയയുടെ ഒരു സവിശേഷത ഇത് തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ മനസ്സിൽ തോന്നുന്നു പറയുക. അതേ ഡിപ്ലോമാറ്റാണ്. രണ്ടുമില്ല. പക്ഷെ ഒരുപാട് പേരുടെ അഭിപ്രായം പത്മപ്രിയ മനസ്സിൽ വരുന്ന അപ്പം മുഖത്ത് കാണിക്കുകയും അത് നാവിൽ വരുത്തുകയും വേണമെങ്കിൽ കൈ കാണിക്കുകയും ചെയ്യും. സിറ്റുവേഷൻ അങ്ങനെ ഡിമാൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യും, അതിന് ഒരു പ്രശ്നമില്ല. ബട്ട് ചില കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ ആവശ്യമില്ല, അപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടും കാര്യമില്ല. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് അത് ഒരു ഡിപ്ലോമസീൻ്റെ മാറ്റർ ഇല്ല. പക്ഷേ ഒരു ഐ തിങ്ക് ഇറ്റ്സ് ഒരു സിറ്റുവേഷനിലെ ഡിമാൻഡാണ്, അത്രയേ ഉള്ളൂ. പത്മപ്രിയയുടെ പറയുന്നത് കള്ളം പറയൂല, കള്ളം അത്ര പറയൂല, അങ്ങനെ കള്ളം പറയും, അത്ര പറയൂല. ഈ കുറച്ച് എന്ന് പറയുന്നത് വളരെ റിലേറ്റീവ്. എന്താ കാരണം അറിയോ? പത്മപ്രിയയുടെ കുറച്ച് വേണം വേറെ ആൾക്കാർക്ക് കുറേ ആയിരിക്കും. അല്ല, റിലേറ്റീവ് ടൈം. നോ, ഞാൻ കുറച്ച് ഈ റിലേറ്റീവ് ഒക്കെ ഭയങ്കര ബോർ സംഭവമാണ്. ഞാൻ എപ്പോഴേ ഈ ന്യൂയോർക്കിലൊക്കെ പോയി വായിച്ചിട്ട് അതിന് മുമ്പ് തന്നെ പറയാം, നത്തിങ് ഇൻ ലൈഫ് ഇസ് റിലേറ്റീവ്. സം തിങ്സ് ആർ ആൻഡ് ഇറ്റ് ഇസ് ഒരു പേഴ്സൺ ടു പേഴ്സൺ വേരി ആകും. പക്ഷേ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് അറിയാം, ഈ കള്ളം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കള്ളമല്ല. ഭയങ്കര ഒരു വിഷയത്തിനെ എടുത്തിട്ട് അങ്ങനെ സത്യവാദിയായിട്ടൊന്നും നിൽക്കാതെ അങ്ങനെയല്ല, ചെറിയ അച്ഛനമ്മയുടെ കൂടെ ഇങ്ങനെ ചെയ്യുന്ന ഒരു കള്ള. ഈ പരിപാടി കഴിഞ്ഞ ശേഷം ഞാൻ പത്മപ്രിയയോട് ചോദിക്കും, ഈ പരിപാടിയിൽ എത്ര കള്ളം പറഞ്ഞു ഞാൻ ചോദിക്കും. ചോദിച്ചു. അപ്പം കൃത്യമായിട്ട് പറയണം, 1, 2, 3, 4, 5 എന്ന് പറയണം. അവസാനം മുഴുവൻ കള്ളായി പോരുത് കേട്ടോ. അതിനുള്ള സാധ്യത തരും. ഓക്കെ.